ശ്രീ ഷെബിൻ പീറ്റർ നമുക്കൊപ്പം ചേരുന്നു. കണക്കുകൾ വേണം. കേസുകൾ പറയുമ്പോൾ അതിന് വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ നൽകാതെ 400 ലവ് ജിഹാദ് എന്നൊരു കണക്ക് പരസ്യമായി വിളിച്ചു പറയുന്നിടത്ത് ഒരു വലിയ വിഷം പി സി ജോർജ് പുറത്തേക്ക് കടത്തുന്നുണ്ട് എന്നേ കേരളത്തിന് പറയാൻ കഴിയുള്ളൂ. എങ്ങനെ നിങ്ങൾ ഇതിനെ ന്യായീകരിക്കും? ശ്രീ ഷെബിൻ അല്ല, ഇവിടെ ചില മതമൗലികവാദികളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സംസാരിക്കുമ്പോൾ അത് തടസ്സപ്പെടുത്തുക, അത്തരത്തിൽ ഇനി ആരും സംസാരിക്കാൻ മുന്നോട്ട് വരരുത് എന്നുള്ള ലക്ഷ്യത്തോടെയാണ് പി സി ജോർജിനെ നിശബ്ദനാക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ ഇവിടെ ഈരാറ്റുപേട്ടയിൽ നിന്ന് ഇപ്പോൾ പിടികൂടിയിട്ടുള്ള ജിലാറ്റിൻ സ്റ്റിക്കറുടെ വിഷയത്തിൽ നിന്ന് മാധ്യമ ശ്രദ്ധയും ജനശ്രദ്ധയും തിരികെയും വേണം. അതാണ് ഇതിന്റെ ഒരു കാരണം. ഇപ്പൊ അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവാണെങ്കിലും ഒരു സമുദായത്തിന്റെ പ്രതിനിധിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ്. ഒരു ക്രിസ്ത്യൻ സമുദായത്തിന്റെ ഒരു സാമുദായിക വിഷയത്തിൽ കുട്ടികളുടെ ഒരു ബോധവൽക്കരണ പരിപാടിയിൽ അദ്ദേഹം കുട്ടികളോട് ഉപദേശ രൂപേണ പറഞ്ഞ കാര്യത്തിന് എവിടെയാണ് വിവാദമുള്ളത്? അതിലൊരു വിവാദത്തിന്റെയും കാര്യമില്ല. കാരണം ലവ് ജിഹാദ് എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ പീനൽ കോഡിലോ ഭാരതന്യായ സംഹിതയിലോ ഉള്ള ഒരു വാക്കല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കേന്ദ്ര സർക്കാരിനായാലും ആഭ്യന്തര വകുപ്പിനായാലും കോടതിക്കായാലും ലവ് ജിഹാദിൽ കേസുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഉത്തരം തരാൻ മാത്രമേ കഴിയൂ. പക്ഷേ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു പ്രവൃത്തി ഇവിടെ നടക്കുന്നുണ്ട്. അല്ലാതെ അതൊരു മുദ്രാവാക്യമായി കൊണ്ടു നടക്കുന്ന സംഘടനയോ അതൊരു ബോർഡും വെച്ച് പ്രവർത്തിക്കുന്ന ഓഫീസോ ഒന്നുമല്ല. അതൊരു പ്രവൃത്തിയാണ്. അത് ജിഹാദിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. അതിവിടെ നടക്കുന്നുണ്ട്. അത് തന്നെയാണ് പി സി ജോർജ് പറഞ്ഞത്. ശ്രീ ഷെബിൻ പീറ്റർ, ഇത്തരം ആരോപണങ്ങൾ കുറച്ചു കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. 2009 ഈ തരത്തിലുള്ള ആരോപണങ്ങൾ പറഞ്ഞു. അന്ന് DGP ജേക്കബ് പുന്നൂസ ഇങ്ങനെ ഒരു ലവ് ജിഹാദ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് കണ്ടെത്തൽ കൊടുക്കുകയാണ്. ഇത് നിയമസംഹിതയിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള വിഷയം അവിടെ നിൽക്കട്ടെ. ഇത്തരം ആരോപണങ്ങളെല്ലാം പരിശോധിച്ച് അങ്ങനെ ഒരു കാര്യമില്ല എന്ന് 2009 കൊടുക്കുന്നു. 2017 ഇത് ഹൈക്കോടതിയിൽ പേരിൽ ഒരു കേസില്ല എന്നല്ലേ കൊടുക്കുന്നുള്ളൂ. ജസ്റ്റിസ് KT ശങ്കരൻ പറഞ്ഞത് എന്താണ്? ജസ്റ്റിസ് KT ശങ്കരൻ ചോദിച്ചതിന് ഉത്തരമായിട്ടാണല്ലോ അന്ന് ജേക്കബ് പുന്നൂസിന്റെ റിപ്പോർട്ട് വന്നത്. അദ്ദേഹം ജഡ്ജിയായിരിക്കുമ്പോൾ തന്നെയല്ലേ പറഞ്ഞത്? അതിന് മറുപടിയാണല്ലോ ജേക്കബ് പുന്നൂസിന്റെ റിപ്പോർട്ട്. താങ്കൾ ഈ ക്രോണോളജിക്കൽ ഓർഡർ തെറ്റത്. ജസ്റ്റിസ് KT ശങ്കരൻ അങ്ങനെ ഒരു സംശയം പറയുന്നു. അങ്ങനെ ഒരു സംശയം വസ്തുതാ വിരുദ്ധമാണ് എന്ന് ജേക്കബ് പുന്നൂസിന്റെ റിപ്പോർട്ട് വരുന്നു. കോടതിക്കോ ആഭ്യന്തര വകുപ്പിനോ അതില്ല എന്ന് മറുപടി പറയാൻ മാത്രമേ സാധിക്കൂ. പക്ഷേ അതിവിടെ നടക്കുന്നുണ്ട്. നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾ പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? ശരി, നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിനടിസ്ഥാനമായിട്ട് ഒരു കേസെങ്കിലും മുന്നോട്ട് വെക്കാൻ കഴിയണം. ഇത് ഈ ആരോപണം മാത്രം പറഞ്ഞിട്ട് എന്താണ് കാര്യം? ഇവിടെ മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ വിവരങ്ങളും അവരുടെ അഡ്രസ്സും കാര്യങ്ങളും കൊണ്ടിരുത്തി നിങ്ങളുടെ മാധ്യമ ചാനൽ ഫ്ലോറുകളിൽ കൊണ്ടിരുത്തത് നിങ്ങൾക്ക് വിചാരണ ചെയ്യാൻ ഇട്ടുതേണ്ട കാര്യമൊന്നുമില്ല. അതിന്റെ ആവശ്യപ്പെട്ട ആളുകൾ അതിന്റെ രേഖകൾ ചോദിക്കുമ്പോൾ എല്ലാ മിശ്ര വിവാഹങ്ങളും ലവ് ജിഹാദ് എന്ന് നിങ്ങൾ പറയുമ്പോൾ അങ്ങനെ മക്കൾ നഷ്ടപ്പെട്ട ആൾക്കാരെ കൊണ്ടിരുത്തുന്നാണോ പറയുന്നത്? ഒരു കേസ് പറയൂ. മതം മാറ്റം ഇവിടെ നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു കേസ് പറയൂ. ഒരു കേസെങ്കിലും പറയൂ. ഒരു കേസ് പോലും എടുക്കാൻ കഴിഞ്ഞില്ലല്ലോ. കാര്യമില്ല. അതിന്റെ നിങ്ങൾ മാധ്യമങ്ങളോട് ചോദിക്കുമ്പോൾ നിരവധി കേസുകളുടെ ഡേറ്റകൾ ഞങ്ങളുടെ കൈവശമുണ്ട്. കഴിഞ്ഞ 5 വർഷത്തെ ഡേറ്റ അതെന്ത് വർത്തമാനമാണ് ശ്രീ ഷെബിൻ പീറ്റർ? നിങ്ങളുടെ പോക്കറ്റിൽ കുറെ ഡേറ്റ ഉണ്ട്, ഞങ്ങളുടെ കൈ ഡേറ്റ ഉണ്ടെന്ന് കുറെ 10-15 വർഷമായിട്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ഡേറ്റ പുറത്തുവിടണം മിസ്റ്റർ. ഒരു ഡേറ്റയെങ്കിലും പുറത്തുവിടണം. സംവിധാനം ഇവിടുത്തെ മാധ്യമങ്ങളാണോ? നിങ്ങളുടെ ഈ തരേണ്ട കാര്യമില്ല എന്ന് കത്തോലിക്ക സഭയായാലും ഞങ്ങളെപ്പോലുള്ള സംഘടനകളായാലും അത് ചോദിക്കുന്ന ഏജൻസികളെ ഞങ്ങൾ കൊടുത്തോളാം. നിങ്ങളുടെ മുന്നിൽ കോടതി ചോദിച്ചല്ലോ. ഹൈക്കോടതി 2017 ഇതെടുത്തു. ശ്രീ കെവിൻ പീറ്റർ, നിങ്ങൾ ഒരു ഏജൻസിക്കും ഇത് ഇതുവരെ കൊടുത്തിട്ടില്ല. നിങ്ങൾ ഒരു കോടതിയുടെ മുന്നിലും ഈ ഡേറ്റ കൊടുത്തിട്ടില്ല. 2017 ഹൈക്കോടതി ഇതെടുത്തു. 2017 ഹൈക്കോടതി എടുത്തപ്പോൾ കാസ് എവിടെ പോയി? 4000-ഓളം പെൺകുട്ടികൾ നഷ്ടപ്പെട്ടതിന്റെ കണക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ കണക്കുകൾ കിട്ടും. 400 പെൺകുട്ടികളെ നഷ്ടപ്പെട്ടു എന്നല്ല. അല്ല ശ്രീ കെവിൻ പീറ്റർ, നിങ്ങൾ ഈ കണക്ക് എവിടെ കൊടുത്തിട്ടുണ്ട്? ഈ കണക്ക് എവിടെ? അല്ല ശ്രീ കെവിൻ പീറ്റർ, കണക്ക് എവിടെ കൊടുത്തിട്ടുണ്ട്? ഈ കണക്ക് എവിടെ? അല്ല ശ്രീ കെവിൻ പീറ്റർ, അങ്ങനെ വ്യക്തമായിട്ടുള്ള കണക്ക്
താങ്കൾ ഇതിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. വ്യക്തമായിട്ടുള്ള കണക്കുണ്ടെങ്കിൽ അത് കേരളം അറിയട്ടെ. നിങ്ങൾ എവിടെ കൊടുത്തിട്ടുണ്ട് ഈ കണക്ക്? അങ്ങനെ മക്കൾ നഷ്ടപ്പെട്ട അവരുടെ ബന്ധുക്കളുടെയും അയൽക്കാരുടെയും മുൻപിൽ അവരുടെ മക്കൾ നഷ്ടപ്പെട്ട കഥകളും കണക്കുകളുമായിട്ട് നിങ്ങളുടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിൽക്കണമെന്ന് അതെ, മറ്റ് ഇത്തരം കാര്യങ്ങൾ ഒരാൾക്ക് പോലും ജനങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കാൻ കഴിയില്ലല്ലോ അല്ലെ? ഒരാൾക്ക് പോലും 1000 ബിന്ദു സമ്പത്ത് അല്ലെങ്കിൽ അഖിലയുടെ അച്ഛകൻ 1000 അശോകൻ ഇങ്ങനെ വരുന്നത് പോലെ എല്ലാ മാതാപിതാക്കളും വരാൻ തയ്യാറാവുകയില്ല എന്ന്. അവർക്ക് മക്കൾ നഷ്ടപ്പെട്ട നിങ്ങൾ ഈ രാജ്യത്തിന്റെ ജുഡീഷ്യറി അപമാനിക്കുകയാണ് ശ്രീ കെവിൻ പീറ്റർ. 2018 ലവ് ജിഹാദ് എന്നൊരു വാക്ക് പറയരുത് എന്ന് പറഞ്ഞ ഹൈക്കോടതി ഇവിടെ ഉണ്ട്. നിങ്ങൾ ശ്രമിക്കരുത്. മാധ്യമങ്ങളെ വിടൂ. നിങ്ങൾ ഹൈക്കോടതിയാണ് അപമാനിക്കുന്നത്. ലവ് ജിഹാദ് എന്നൊരു ആരോപണം പറയരുത്, അത് നിലനിൽക്കുന്നില്ല എന്ന് പറഞ്ഞ കോടതി ഇവിടെ ഉണ്ട്. അല്ല, ഇപ്പോൾ മറ്റു ചില സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഇത് നിയമമാകാൻ പോകുന്നു. നിങ്ങൾ കേരളത്തിലെ കാര്യം പറയൂ ശ്രീ കെവിൻ പീറ്റർ. ഞാൻ കേരളത്തിലെ കോടതിയെ കുറിച്ചല്ലേ പറയുന്നത്. അല്ല, നിങ്ങൾ മറ്റു സംസ്ഥാനത്താണോ ജീവിക്കുന്നത്? നിങ്ങൾ കേരളത്തിലല്ലേ ജീവിക്കുന്നത്? കേരളത്തിലെ ഹൈക്കോടതി കാര്യങ്ങളൊന്നും നിങ്ങൾ ഇവിടെ കൊണ്ടുവരത്തില്ലേ? നിങ്ങൾ കേരളത്തിലെ അപ്പൊ കേരളത്തിലെ ഹൈക്കോടതി നിങ്ങൾക്ക് ബാധകമല്ല. ചൂണ്ടിക്കാണിച്ചാൽ നിങ്ങൾ ഇത്ര അസ്വസ്ഥത ഉണ്ടാകുന്ന അല്ല, ആര് ചൂണ്ടിക്കാണിക്കുന്നു? ചൂണ്ടിക്കാണിക്കുന്നവർക്ക് നിങ്ങൾക്ക് ഹൈക്കോടതി പറയുന്നത് നിങ്ങൾക്ക് വിലയില്ല. സംസ്ഥാനങ്ങളിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞു എന്ന് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ മറ്റു സംസ്ഥാനങ്ങളിലെ കാര്യം ഇവിടെ കൊണ്ടുവരുന്ന എന്തിനാണ് നിങ്ങൾ ചോദിക്കുമ്പോൾ ഇതേ നിങ്ങൾ തന്നെയല്ലേ പല വിഷയങ്ങളും ഇവിടെ കൊണ്ടുവരുന്നത്. നിങ്ങൾക്ക് ഹൈക്കോടതിയെ ഒരല്പമെങ്കിലും വിലയുണ്ടോ ശ്രീ കെവിൻ പീറ്റർ? ഒരല്പമെങ്കിലും കേരളത്തിലെ ഹൈക്കോടതിയെ ഒരല്പമെങ്കിലും നിങ്ങൾ വില കൊടുക്കുന്നുണ്ടോ? പ്രണയമത തീവ്രവാദം ഉണ്ട് എന്നുള്ളത് ജാമ്യം നിഷേധിച്ചുകൊണ്ട് കെ ടി ശങ്കരനാണ് പറഞ്ഞത്. കെ ടി ശങ്കരൻ പറഞ്ഞതിന് ശേഷം ജേക്കബ് പുനൂസിന്റെ റിപ്പോർട്ട് വന്നു. അതിനുശേഷം പറയാനാവില്ല ലവ് ജിഹാദിന്റെ കേസുകൾ ഇവിടെ ഉണ്ടെന്ന്. താങ്കൾക്ക് ഉത്തരമില്ലാത്തതുകൊണ്ട് താങ്കൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കെ ടി ശങ്കരൻ പറഞ്ഞതിന് ശേഷമാണ് ജേക്കബ് പുനൂസിന്റെ റിപ്പോർട്ട് വന്നത്. അതിനുശേഷം 2018 ലവ് ജിഹാദ് മുഴുവൻ തള്ളിക്കൊണ്ട് ഹൈക്കോടതി പറഞ്ഞത്. ഇപ്പോഴുള്ള DGPയുടെ റിപ്പോർട്ട് ഉണ്ടാവുന്ന കാര്യം എവിടെ ഉണ്ടാവുന്നത്? നിങ്ങളുടെ കയ്യിലാണോ DGPയുടെ കയ്യിലുള്ള റിപ്പോർട്ട് കയ്യിലിരിക്കുന്നത്? കാസയാണോ ഇത് തീരുമാനിക്കുന്നത്? കാസയാണോ തീരുമാനിക്കുന്നത് DGPയുടെ കയ്യിൽ ഏത് റിപ്പോർട്ട് ഉള്ളത്? അല്ല, നിങ്ങൾ എന്ത് തെറ്റിദ്ധാരണയാണ് ഈ സമൂഹത്തിന് മുന്നിൽ പ്രകടമാക്കുന്നത് ശ്രീ കെവിൻ പീറ്റർ? പദമുണ്ടോ നിങ്ങൾ ചൂണ്ടിക്കാണിക്കേ? അല്ല, ഞാൻ എന്തിനാണ് ചൂണ്ടിക്കാണിക്കുന്നത്? ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നത് പോലും വില കൊടുക്കാത്ത സംഘടനയാണ് നിങ്ങൾ. ഹൈക്കോടതി നിങ്ങൾ വലിയ മാധ്യമ സ്ഥാപനമല്ലേ, നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ലവ് ജിഹാദ് എന്നൊരു ടേം ഇന്ത്യൻ പീനൽ കോഡിലോ BNS-ലോ ഉണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അല്ല, ഹൈക്കോടതി ഇങ്ങനെ ഒരു കാര്യം കേരളത്തിൽ ഇല്ല എന്ന് പറയുന്നത് നിങ്ങൾ വില കൊടുക്കുന്നുണ്ടോ? ഹൈക്കോടതിയെ നിങ്ങൾ വില കൊടുക്കുന്നുണ്ടോ? ചോദ്യത്തിന് ഉത്തരം തരൂ. അല്ല, ഞാൻ ചോദിച്ചിട്ട് നിങ്ങൾ ആദ്യം ഉത്തരം പറയൂ. ഹൈക്കോടതി ഇങ്ങനെ ഒരു കാര്യമില്ല എന്ന് പറഞ്ഞതുപോലും നിങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നില്ല. പിന്നെ നിങ്ങൾ എന്താണ് ചോദിക്കുന്നത്? പറഞ്ഞത് ലവ് ജിഹാദിന്മേൽ ഇവിടെ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ്. അല്ല, ലവ് ജിഹാദ് ഇല്ല എന്നാണ് പറഞ്ഞത്. കേസ് രജിസ്റ്റർ അല്ല 2017 കോടതി പറഞ്ഞത് ലവ് ജിഹാദ് ഇല്ല. മിശ്ര വിവാഹങ്ങളിൽ ലവ് ജിഹാദ് എന്നോ ഘർ വാപ്പസി എന്നോ പറഞ്ഞിട്ടില്ല എന്ന്. താങ്കൾ പോയി ആ കോടതി വിവരങ്ങൾ വായിച്ചു നോക്കണം ശ്രീ കെവിൻ പീറ്റർ. നിങ്ങൾക്ക് തോന്നിയതാണ് നിങ്ങൾ വായിക്കുന്നത്. നിങ്ങൾക്ക് തോന്നിയതാണ് നിങ്ങൾ വായിക്കുന്നത് എന്ന് പറയുന്ന കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ. ശരി, എന്നാൽ എന്താണ് കോടതി പറഞ്ഞത്? അല്ല, നിങ്ങൾ കോടതി പറഞ്ഞത് വ്യക്തമായിട്ട് വായിച്ചതാണോ നിങ്ങൾ? മാത്രമേ നിങ്ങൾ മുഖവിലേക്ക് എടുക്കുള്ളൂ. പിന്നെ ആരെ മുഖവിലേക്ക് എടുക്കണം? കാസെ മുഖവിലേക്ക് എടുക്കണോ? PC ജോർജിന്റെ മുഖവിലേക്ക് എടുക്കണോ? ഇന്ത്യൻ ന്യായ സംഹിത ഇതിന്റെ നീതിപീഠത്തിന്റെ താഴെ വരുന്നതല്ലേ? അല്ല, നിങ്ങൾക്ക് പുറത്തു പറയാൻ നിങ്ങൾക്ക് കേസില്ല, പുറത്ത് മുന്നോട്ട് വെക്കാൻ നിങ്ങളുടെ കയ്യിൽ ഡാറ്റ ഇല്ല. ഇത് പറയാൻ ഒരു രക്ഷിതാവ് മുന്നോട്ട് വരില്ല. നിങ്ങൾ എവിടെന്നോ ഏതോ കണക്ക് പറയുന്നു. മാതാപിതാക്കളുടെ വിവരങ്ങൾ, പെൺകുട്ടികളുടെ വിവരങ്ങൾ, അതൊന്നും നിങ്ങളുടെ മുമ്പിൽ വളമ്പെട്ട ആവശ്യമില്ലെന്ന്. അതെ, ഒരു താലൂക്കിൽ 400 പെൺകുട്ടികൾ ലവ് ജിഹാദ് ആയിട്ടുണ്ടെങ്കിൽ ഒരാൾ പോലും അത് പറയാൻ പുറത്തേക്ക് വരില്ല. കേരളത്തിൽ ഇന്നും ഉണ്ടായിട്ടുണ്ട്, ഇന്നലെയും ഉണ്ടായിട്ടുണ്ട് കേസുകൾ. ഇത് ഇവിടെ എവിടെ കേസുകൾ? ഏത് കേസുകൾ? ഏത് കേസ് രജിസ്റ്റർ ചെയ്തു? അല്ല, ലവ് ജിഹാദിന്റെ പേരിൽ ഏത് കേസിൽ? ഒരു പെൺകുട്ടി ആൺകുട്ടിയും ഇഷ്ടപ്പെട്ട് ഒളിച്ചോടി പോകുകയോ അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്നതും ചെയ്താണോ നിങ്ങൾക്ക് ലവ് ജിഹാദ്? നിയമത്തിൽ ലവ് ജിഹാദ് എന്നൊരു ടേം ഇല്ലാത്ത നിങ്ങളുടെ ലവ് ജിഹാദ് എന്താണ്? എങ്കിൽ താങ്കൾ പറയൂ, എന്താണ് താങ്കൾ ഈ പറയുന്ന ലവ് ജിഹാദ്? എന്താണ്? മിശ്ര വിവാഹമാണോ ലവ് ജിഹാദ്? എന്താണ് ലവ് ജിഹാദ്? അല്ല, ഹൈക്കോടതിക്ക് അറിയില്ല, കാസെങ്കിലും പറയട്ടെ, എന്താണ് ലവ് ജിഹാദ്? ലവ് ജിഹാദ് എന്ന് പറയുന്നത് നിങ്ങൾക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യം. എനിക്കറിയില്ല. നിങ്ങൾ കാസ പറയുന്ന ലവ് ജിഹാദ് ഒന്നും എനിക്കറിയില്ല. നിങ്ങൾ തന്നെ പറയട്ടെ, ഹൈക്കോടതിക്ക് അറിയാത്ത ലവ് ജിഹാദ് എനിക്കറിയില്ല. ജിഹാദ് എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് ധനം കൊണ്ടും ശരീരം കൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റു മതസ്ഥരെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ പ്രവൃത്തിയിൽ ഒരു പ്രവൃത്തിയാണ് നർക്കോട്ടിക്, മറ്റൊരു പ്രവൃത്തിയാണ് പ്രണയം. അത്രേ ഉള്ളൂ. എന്നിട്ട് എത്ര പേര് അങ്ങനെ എത്തി? എത്ര മതപരിവർത്തനങ്ങൾ നടന്നു? ആ നടന്നതിന്റെ ഇവിടുത്തെ
താലൂക്കിലെ അവരുടെ താലൂക്കിലെ കണക്കല്ലേ പി സി ജോർജ് പറഞ്ഞത്? മാധ്യമങ്ങളുടെ കയ്യിൽ അല്ല, താലൂക്കിൽ രജിസ്റ്റർ ചെയ്ത കണക്കാണോ? പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്ത കണക്കാണോ? പി സി ജോർജിന് തന്നെ കാസ് എഴുതി കൊടുത്ത കണക്കാണോ? ഇത് എവിടുത്തെ കണക്കാണ്? നിങ്ങൾ പറയുന്നില്ലേ? അങ്ങനെ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് സമാന്തര പോലീസ് ഉണ്ടോ? ശ്രീ കെവിൻ പീറ്റർ, നിങ്ങൾക്ക് സമാന്തര പോലീസോ അന്വേഷണ ഏജൻസിയോ ഉണ്ടോ? കേരളത്തിലെ പോലീസ് സ്റ്റേഷനും കോടതിക്കും ഇല്ലാത്ത ഈ കണക്ക് നിങ്ങൾക്ക് മാത്രം എങ്ങനെയാണ് കിട്ടുന്നത്? എങ്ങനെ? കേരളത്തിലെ പോലീസിനും കോടതിക്കും ഇല്ലാത്ത കണക്ക് നിങ്ങൾക്ക് മാത്രമേ എവിടെ നിന്നാണ് കിട്ടുന്നത്?